ഓക്കെ ഗേയ്സ്, ഇവിടെ ഞാനേ ഉറങ്ങി എനിറ്റേക്കാണ് കേട്ടാ. ഇന്നലെ രാത്രി പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു മിനിറ്റ്, നമ്മുടെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ടല്ലോ, ഒരു കാറൊക്കെ കാണാണ്ട്. അത് സ്പൈഡർമാൻ ആണോ? കണ്ടിട്ട് സ്പൈഡർമാൻ പോലെ തോന്നുന്നു കേട്ടാ. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഇത് നമ്മുടെ സ്പൈഡർമാനാ. എടാ സ്പൈഡർമാനെ, എന്താണ് പതിവില്ലാണ്ട് ഈ വഴിക്കൊക്കെ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ നീ ഒരു ഉപകാരം ചെയ്യോ? ഞാൻ റീസെന്റ് ഒരു പുതിയ കാറൊക്കെ മേടിച്ചു, നിസാൻ GTR. ഇതിപ്പോ സ്റ്റോക്ക് കാറാ. നീ എപ്പോ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ കാണുന്ന വണ്ടിയില്ലേ അതൊന്ന് പെടയായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോവാ. എന്തുട്ട് വണ്ടി മോഡിഫൈ ചെയ്യാനാ? അതിപ്പോ നിന്നെ ഞാൻ ചെയ്യണേ, നിനക്ക് പെട്ട് ചെയ്തൂടെ? വർക്ക്ഷോപ്പ് ഇവിടെ തൊട്ടടുത്തല്ലേ? ആടെ ജാക്കേ, അതെനിക്കറിയാം, വർക്ക്ഷോപ്പ് ഇവിടെ തൊട്ടടുത്താ. അത് പിന്നെ നിന്റെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് അല്ലേ? അവനിപ്പോൾ നിനക്ക് ഫ്രീ ആയിട്ട് വണ്ടിക്ക് മോഡിഫൈ ചെയ്യും. എനിക്ക് പക്ഷേ അവൻ ഫ്രീ ആയിട്ട് ചെയ്യില്ലേ, അവൻ എൻ്റെ നിന്ന് കാശ് മേടിക്കും. അതുകൊണ്ട് നിന്നോട് മോഡിഫൈ ചെയ്യാൻ പറഞ്ഞേ. അതാകുമ്പോൾ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്ത് കിട്ടുമല്ലോ. എടാ ജാക്കേ, നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ടുപോവാ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു ചെറിയ സർപ്രൈസ് തരാം. സർപ്രൈസാ? അത് കൊള്ളാലോ. എന്നാ ശരി, ഞാനിപ്പോൾ നിന്റെ വണ്ടി മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാനൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വരാം. ഗൈസ്, അതെ, ഇവിടെ ഇപ്പോൾ സ്പൈഡർമാൻ നമ്മുടെ വീട്ടിൽ വന്നേക്കാണ് കേട്ടാ. അവനെന്നോട് ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറഞ്ഞു. വേറൊന്നല്ല, ആ ബെന്നി എൻ്റെ ഫ്രണ്ടല്ലേ, അവൻ എനിക്ക് ഫ്രീ ആയിട്ട് വണ്ടിക്ക് മോഡിഫൈ ചെയ്യും. അതുകൊണ്ട് സ്പൈഡർമാൻ എന്നെ ഏൽപ്പിച്ചേ. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റേ? എന്തൊട്ടായാലും കുഴപ്പമില്ല, നമുക്കിനി ആ വർക്ക്ഷോപ്പിൽ പോവാം. ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ഞാൻ അറിയാണ്ട് ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നു. എനിക്കിപ്പോൾ കേസായിട്ടാ. ഒരു സ്റ്റാർ മട്ടട്ടല് കിട്ടി. ഇപ്പോൾ പോലീസുകാരും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഹലോ സാറേ, സോറി സാറേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ സാറുമാർക്ക് വേണമെങ്കിൽ കാശ് തരാം. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്ക്, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ. എന്തുട്ട് കാശ് തരേ? എടാ ജാക്കേ, നീ എന്ത് വിചാരിച്ചേ? പോലീസുകാരൊക്കെ മണ്ടന്മാരാന്നാ? അതെ, നിന്നെ ഞാൻ വെറുതെ ഇല്ല, നിന്നെ ഞാനേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. എന്നെ അറസ്റ്റ് ചെയ്യേ? എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. ഈ പോലീസിന്റെ വണ്ടിയും കത്തിച്ചളയാം. അയ്യോ, ഇതിപ്പോ എന്താണ്ടായേ? എൻ്റെ വണ്ടിയും പൊട്ടിത്തെറിച്ചല്ലോ. ഞാൻ ആ പോലീസിന്റെ വണ്ടിയുമേയാ RPG വിട്ടെ, പക്ഷെ GTRലും കൊണ്ടു. ഇതിപ്പോ പണിയായില്ലോ. ഒന്നാമത്തേന് അതെന്റെ സ്വന്തം കാറല്ല, അത് സ്പൈഡർമാന്റെ കാറാ. സ്പൈഡർമാന്റെ കാറാ നമ്മൾ കത്തിച്ചളഞ്ഞേ. സ്പൈഡർമാൻ എങ്ങാനും ഇതറിഞ്ഞാലേ പണിപ്പാളും. ഓക്കെ, ഇവിടെ ഞാനേ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു, ഒരാളിനെയും ബാക്കി വെച്ചില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഈ ബസ് അടിച്ചു മാറ്റിയിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഗൈസ്, എന്നാലും ചെറുതായിട്ട് പണിപ്പാളിട്ടാ. നമ്മുടെ സ്പൈഡർമാന്റെ കാറേ കയ്യിൽ നിന്ന് പോയി. സ്പൈഡർമാൻ ഒരു കാരണവശാലും ഇതറിയാൻ പാടില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ഷോറൂമിലേക്ക് പോവാം. ഷോറൂമിൽ പോയിട്ട് ഒരു പുതിയ GTR അങ്ങ് പർച്ചേസ് ചെയ്യാം. ഇനിയിപ്പോൾ ഷോറൂമിൽ GTR ഉണ്ടായാൽ മതിയായിരുന്നു. GTR കിട്ടിയില്ലെങ്കിൽ പണിപ്പാളേ. എന്നിട്ടായാലും നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മോഡൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് ചാനൽ നോക്കുക, അതിൽ എല്ലാ മോഡിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോവാം, എന്നിട്ടൊരു GTR അങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിൽ വന്നേക്കാം. ഈ ബസ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നാലും ഞാൻ എന്തിനാണാവോ ബസ്സൊക്കെ അടിച്ചു മാറ്റിയേ? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ടേ കുറച്ച് ടൈം എടുത്തു. എന്തെങ്കിലും ആട്ടെ, നമ്മളിപ്പോൾ ഏതായാലും ഷോറൂമിൽ വന്നേക്കാ. ഇവിടെ ഷോറൂമിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇവിടെ സൂപ്പർ ബൈക്കൊക്കെ ഉണ്ട്. നമുക്ക് പക്ഷേ സൂപ്പർ ബൈക്കൊന്നും വേണ്ട, ഈ കാണുന്ന GTR വേണ്ട. നമ്മളങ്ങനെ ആ കാറ് പർച്ചേസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ആ കാറിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. ആ കാറിങ്ങ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബ്രാൻഡ് ന്യൂ കാർ. എൻ്റെ അല്ല, സ്പൈഡർമാനുള്ള കാറ്. കാരണം സ്പൈഡർമാൻ്റെ കയ്യിലുണ്ടായിരുന്ന കാറ് നമ്മൾ കത്തിച്ചളഞ്ഞേ. അത് സ്പൈഡർമാൻ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ സ്പൈഡർമാൻ നമ്മളെ വെറുതെ വിടില്ല. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി അകത്തേക്ക് കയറ്റാം, എന്നിട്ടത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്കതേ ഈ വണ്ടിയുടെ കളർ മാറ്റാം.
കളറ് ചുവപ്പ് എടുക്കാം. സ്പൈഡർമാൻ്റെ ഫേവറേറ്റ് കളറ് ചുവപ്പാണ്. ഗ്ലാസും നമ്മൾ ടിൻ്റടിച്ചു, അതും ചുവപ്പനെ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കർ മുട്ടിക്കാം. സ്റ്റിക്കർ വലിയ കുഴപ്പമില്ലേ? നമുക്ക് ഫ്രണ്ടിൽ, സൈഡിൽ, ബാക്കിൽ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കാം. അതും അങ്ങനെ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? വണ്ടിയുടെ അലോയ്സ് മാറ്റാം. ഏത് അലോയ്സ് വയ്ക്കുക? ഈ കാണുന്ന അലോയ്സ് വലിയ കുഴപ്പമില്ല. അലോയ്സിന് നമുക്ക് ചുവപ്പനെ കൊടുക്കാം. അലോയ്സിൻ്റെ സൈസ് കൂട്ടണ? സൈസ് കൂട്ടണ്ട, ചിലപ്പോൾ അത് ബോറാവേ, സ്പൈഡർമാൻ ഇഷ്ടാവില്ല. ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്മോക്കിൻ്റെ കളറും ചുവപ്പനെ കൊടുക്കാം. ഇത്ര ഉള്ളോ? നമ്മളങ്ങനെ ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇപ്പം നമ്മുടെ വണ്ടി കാണാൻ നൈസ് ആയിട്ടാ, ഒരു രക്ഷയും ഇല്ല. ഞാൻ പിന്നെ നൈട്രോയും ഇൻസ്റ്റാൾ ചെയ്തില്ലേ. നൈട്രോ വെച്ച് കാരണം വണ്ടി നല്ല സ്പീഡിൽ പോവണ്ടേ. എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് സ്പൈഡർമാന് ഈ കാർ കൊടുക്കാം. നമ്മളിത് വീട്ടിലെത്തി. ഇത് കണ്ടില്ലേ, സ്പൈഡർമാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാ. എടാ സ്പൈഡർമാനെ, ഞാൻ ദേ വന്നുടാ. നിന്റെ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. എങ്ങനെയുണ്ട്? നൈസായില്ലേ? എടാ ജാക്കേ, ഇത് കൊള്ളാലോ. ഈ കാറിപ്പോൾ നൈസായിട്ടാ, ഒരു രക്ഷയും ഇല്ല. ഇപ്പോഴാണ് ഈ കാറിന് ഒരു ലുക്ക് കിട്ടിയേ. എടാ ജാക്കേ, താങ്ക് യു ജാക്കേ. നിനക്ക് പിന്നെ നേരത്തെ ഒരു സർപ്രൈസ് ഒക്കെ തരാമെന്ന് പറഞ്ഞില്ലേ? ആ സർപ്രൈസ് ഇപ്പൊ തരാം. 5 minutes later. ഓക്കെ, സ്പൈഡർമാൻ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാ. സ്പൈഡർമാൻ പിന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു. ഇതാണ് ആ ഗിഫ്റ്റ്. ഇത് ആക്ച്വലി സ്പൈഡർമാൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇത് സാധാ ഔട്ട്ഫിറ്റ് ഒന്നുമല്ല. ഈ ഔട്ട്ഫിറ്റിൽ പവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ആ സൂപ്പർ പവർ. ഇതിനെന്താ പറയാ, വെബ് ഷൂട്ടർ ആണോ? ഇത് വെബ് ഷൂട്ടർ അല്ല, വെബ് ഷൂട്ടർ വേറെയാണ്. നമുക്കിങ്ങനെ വല വീശി ആടി ആടി പോകാൻ പറ്റും. അതും നല്ല ഹൈറ്റിലൊക്കെ പറക്കാൻ പറ്റേ. ഇതിപ്പോൾ ഏതായാലും നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇതേപോലെ പോകാൻ പറ്റും. നമുക്ക് വണ്ടികളുടെ ആവശ്യമൊന്നുമില്ലേ. അവിടെ മുമ്പിൽ ഒരു ട്രെയിനൊക്കെ പോവുണ്ട്. നമുക്ക് ട്രെയിനേക്കാളും സ്പീഡിൽ പോകാൻ പറ്റേ. എന്തൊട്ടായാലും ഈ സംഭവം നൈസ് ആയിട്ടാ, ഒരു രക്ഷയും ഇല്ല. ഈ സ്യൂട്ടൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലേ. എന്തായാലും ആട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മോഡൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് ചാനൽ നോക്കുക. അതിൽ എല്ലാ മോഡിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.